രാജ്യവ്യാപക SIR നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർണായക യോഗം ഇന്ന്. സംസ്ഥാനങ്ങളിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഉൾപ്പെടെയുള്ളവർ ഓൺലൈനായി ചേരുന്ന യോഗത്തിൽ പങ്കെടുക്കും. പശ്ചിമബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ SIR നടപ്പിലാക്കുന്ന കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടായേക്കും. ഈ ആഴ്ച തന്നെ നോട്ടിഫിക്കേഷനാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആലോചിക്കുന്നത്. 2002-ലാണ് ഏറ്റവും ഒടുവിലായി പശ്ചിമബംഗാളിൽ SIR അടിസ്ഥാനത്തിൽ വോട്ടർ പട്ടിക പരിഷ്കരിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് ബംഗാളിൽ വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്നത്. അതേസമയം SIRനെതിരെ അതിശക്തമായ പ്രതിഷേധം ഉയർത്തുമെന്ന് തൃണമൂൽ കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടുതൽ വിശദാംശങ്ങളുമായി കെ പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരടക്കം ഓൺലൈനായി പങ്കെടുക്കുന്ന യോഗമാണ് ഇന്നത്തെ യോഗം. അതുകൊണ്ട് തന്നെ എത്രത്തോളം നിർണായകമാണ്? SIRുമായി ബന്ധപ്പെട്ട ബീഹാറിൽ നടപ്പിലാക്കിയ നീക്കങ്ങൾ, രീതികളെല്ലാം തന്നെ വിജയിച്ചു എന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത്. മാത്രമല്ല, രാജ്യവ്യാപക SIRലേക്ക് പോകേണ്ടത് അത്യാവശ്യമാണെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നു. ആ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെയും ഒപ്പം തന്നെ നിലപാട് അത് തന്നെയാണ്. മാത്രമല്ല, ഈ SIR ബന്ധപ്പെട്ട മുന്നോട്ട് പോകാൻ നിലവിൽ സുപ്രീം കോടതി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് അനുമതി നൽകിയിട്ടുണ്ട്. തടയാനാകില്ല എന്ന് തന്നെയാണ് സുപ്രീം കോടതിയുടെ നിലപാടുമുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് നടപടികൾ വേഗത്തിലാക്കാൻ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം, നിലവിൽ കേരളത്തിലും ബംഗാളിലുമെല്ലാം തന്നെ അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കാനുള്ളതാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പ്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ നടപടികൾ വേഗത്തിലാക്കുന്നത്. പക്ഷേ കേരളത്തിൽ ഈ വരുന്ന ഒരു മാസത്തിനുള്ളിൽ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല, അടുത്ത മാസങ്ങളിലെല്ലാം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തിരക്കുകളിലേക്ക് സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ പോകും. ആ ഘട്ടത്തിൽ SIR കേരളത്തിൽ വേഗത്തിൽ നടപ്പിലാക്കുന്നത് പ്രായോഗികമല്ല എന്നുള്ളത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറടക്കം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് കേരളം മാറ്റി നിർത്തിക്കൊണ്ട് തൽക്കാലം ബംഗാളിലേക്ക് കാര്യങ്ങൾ നീങ്ങാൻ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുമായുള്ള ഒരു കൂടിക്കാഴ്ച ഇന്നിപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ആ യോഗത്തിൽ ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടാകും. ഈ ആഴ്ച തന്നെ ബംഗാളിലെ SIR സംബന്ധിച്ച നോട്ടിഫിക്കേഷൻ വരും എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. അതേസമയം തന്നെ അതിശക്തമായ വിമർശനവും പ്രതിഷേധവും ഉയർത്തുമെന്ന് തൃണമൂൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതുവരെ ഇപ്പോഴും അതേ നിലപാട് തന്നെയാണ്. ഇനി അത് കുറെ കൂടി ശക്തമാകും. സ്വാഭാവികമായും നോട്ടിഫിക്കേഷൻ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ കൂടുതൽ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകും. മുഖ്യമന്ത്രി നേരിട്ട് പ്രതിഷേധം അറിയിക്കുകയൊക്കെ ചെയ്തതാണ്. ഇതിൽ പ്രധാനപ്പെട്ടത്, അവിടെ നിലവിൽ അനധികൃതമായി താമസക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അത്തരം ആളുകളെ പുറത്താക്കുക എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമായി തന്നെ അവരെ ഒഴിവാക്കുക എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്ദേശിക്കുന്നത്. ബീഹാറിൽ അത് ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും പശ്ചിമ ബംഗാളിലും സമാനമായ രീതിയിൽ തന്നെ നടപടികൾ ഉണ്ടാവേണ്ടതാണ്. അങ്ങനെ വരുമ്പോൾ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ മാറും എന്നുള്ളതാണ് തൃണമൂലിന്റെ ആശങ്ക. അതുകൊണ്ട് തന്നെ നിശിതമായി വിമർശിക്കുകയും ഒപ്പം തന്നെ പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത്. 2002-ലാണ് പശ്ചിമ ബംഗാളിൽ ഇതിനു മുമ്പ് വോട്ടർ പട്ടിക പരിഷ്കരിച്ചത്. അതുകൊണ്ട് തന്നെ ഇത്രയധികം സമയമായതുകൊണ്ട് ഇനി ആ രീതിയിൽ മുന്നോട്ട് പോകാനാകില്ല എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലപാട്. ഏതായാലും ഇന്നത്തെ യോഗത്തിലെടുക്കുന്ന തീരുമാനം ഏറ്റവും നിർണായകമാണ്. ഏതായാലും ഇതിൽ നിന്ന് പിന്നോട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോകില്ല എന്ന് ഉറപ്പാക്കിയിട്ടുണ്ട്. അടുത്ത വർഷം ആദ്യം തന്നെ പശ്ചിമ ബംഗാളിൽ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും നടപടികൾ വേഗത്തിലാക്കും. സുപ്രീം കോടതിയിൽ നിന്ന് മൗനസമ്മതം കൂടി ലഭിച്ച പശ്ചാത്തലത്തിൽ ശക്തമായ നടപടികളുമായി കമ്മീഷൻ പോകും.